പ്രസിഡന്റ് മാറ്റം സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുകയാണല്ലോ. അത് നിങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പാർട്ടിക്കകത്ത് ഒരു ചർച്ചയും നടക്കുന്നില്ല. ഒരു ചർച്ചയും KPCC പ്രസിഡന്റ് മാറ്റുമായിട്ട് ഞാൻ ഇന്നലെ ചാനലിലാണ് ഞാൻ അറിയണ്ടേ അങ്ങനെ ഒരു ചർച്ച നടക്കണ്ടേ? ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവർ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവരെടുക്കും. ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്നലെ മിനിയാന്ന് KPCC യോഗം കഴിഞ്ഞുള്ളൂ. ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇപ്പോൾ അല്ല, അതെനിക്കറിയില്ല. നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങളാണ് പറയേണ്ടത് എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് ഈ കേരളത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ബീഹാറിലെ, ബംഗാളിലെ, ആസാമിലെ എല്ലാം ഓരോ ദിവസമായിട്ട് നടക്കും. ഓരോ സമയമായിട്ട് നടക്കും. പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഒരു റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന ഒരു വർഷം മുമ്പ് അങ്ങനെ ACC ചെയ്യും. എല്ലാ സംസ്ഥാനങ്ങളെയും വിളിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കത് അറിയാം. എന്നിട്ട് ഇത് കേരളത്തിലും മാത്രം ഇവിടുത്തെ പ്രശ്നമുള്ളതുകൊണ്ട് സംസാരിക്കും. അതെല്ലാ ഈ അടുത്ത വർഷം 2026 ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെയും നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസിൽ തർക്കമാണ്, കോൺഗ്രസിൽ ബഹളമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കമില്ല. ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിലില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. അല്ല, അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ, അതിനെന്താ? ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അപ്പം ഞങ്ങൾ അദ്ദേഹമായിട്ട് വഴക്കിട്ടോ പിണങ്ങിയോ? ഒന്നുമില്ല. അതിന്റെ ബെസ്റ്റ് നല്ല ചോദ്യം. എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ചോദിക്കണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല. ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് UDF മുഴുവൻ ദിവസം യോഗം ചേരുവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം KPCCയുടെ യോഗം ചേർന്നു. ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസിലേക്ക് അത് ഞങ്ങളുടെ അജണ്ട. അതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു പുറത്തു പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്, തീരദേശ പദയാത്രയുടെ കാര്യം, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ അവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അജണ്ട ഞാൻ രാവിലെ നിങ്ങളോട് എല്ലാവരും. അങ്ങനെ തിരിച്ചടി UDF ഉണ്ടാണ്. UDFന്റെ ഏതെങ്കിലും സീറ്റ് കുറഞ്ഞു, ഞങ്ങളുടെ എണ്ണം കൂടി. തിരിച്ചടി എന്തായാലും ആർക്കാ? LDFനാണ് തിരിച്ചടി ഉണ്ടായത്. LDFന് ഞങ്ങൾക്ക് 10 ഉണ്ടായിരുന്നാണ്, 9 ഉണ്ടായിരുന്നാണ് 13 ഒന്ന് സ്വതന്ത്രം. 9 ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 13 20 ഉണ്ടായിരുന്നത് 16 CPMന്. അപ്പോൾ ആർക്കാ അതിന്റെ തിരിച്ചടി? ആർക്കാ? അല്ല, എനിക്ക് മനസ്സിലായില്ല. തിരുവനന്തപുരത്തെ കാര്യം വിട്. തിരിച്ചടി ആർക്കാ തിരിച്ചടി? 9 ഉണ്ടായിരുന്നത് 13 ഞങ്ങൾക്കാണ് തിരിച്ചടി. 20 ഉണ്ടായിരുന്നത് 16 LDFനാണ് തിരിച്ചടി. ഇത് എന്ത് കണക്കാണിത്? സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ പ്രസ്താവന പിന്നോക്കം പോയിട്ടില്ല. താങ്കൾ കൺവിൻസ് ചെയ്യുന്നു പറഞ്ഞു ഇടയ്ക്ക് വെച്ച്. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതൊന്ന് രാവിലെ നല്ലൊരു ദിവസമായിട്ട് രാവിലെ എൻ്റെ നിന്ന് കോൺഗ്രസിനെതിരായിട്ടോ UDFനെതിരായിട്ടോ അല്ലെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ ഒരു വാർത്ത കിട്ടൂല. അല്ലത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. കാരണം 12 നോട്ടിക്കൽ മൈലിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. അതായത് 48 മീറ്റർ തൊട്ട് 62 മീറ്റർ വരെ ആഴത്തിൽ ചെയ്യാണ്. ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൊല്ലം എന്ന് പറയുന്നത് കൊയിലോൺ ബാങ്ക് എന്ന് പറയും. കൊല്ലം പരപ്പാണ്. ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമൃദ്ധിയുള്ള സ്ഥലമാണ്. അതിലെ ഫ്ലോറ ആൻഡ് ഫോണ മുഴുവൻ സസ്യജന്തുജാലങ്ങളും നശിച്ച് മത്സ്യത്തിൻ്റെ പ്രജനനം മുഴുവൻ പോയി, മുഴുവൻ മത്സ്യവും പോകും. മാത്രമല്ല അവിടെ വലിയ ധാതു നിക്ഷേപമുണ്ട്, ഇൽമനൈറ്റ് റൂട്ടയിലുണ്ട്. വലിയ കച്ചവടമാണ് നടക്കുന്നത്. 745 ദശലക്ഷം ടണ്ണ് ആണ് കേരള തീരത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ണ് 1 ദശലക്ഷം ടണ്ണിന് 4700 കോടി രൂപയാണ്. 10,000 കോടി രൂപയുടെ കച്ചവടമാണ്. അതിന് സംസ്ഥാന ഗവൺമെൻറ് കൂട്ടുനിന്നിട്ടുണ്ട്. ഇവിടെ റോഡ് ഷോയുമായിട്ട് മൈനിങ് വകുപ്പിൻ്റെ ആളുകൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാനത്തെ വ്യവസായ സെക്രട്ടറി അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ ഈ മൈനിങ്ങിന് വേണ്ടി വന്നവർക്ക് കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KMML നിന്ന് അവർക്ക് പണം കൊടുത്തു. യോഗത്തിനെത്തിയപ്പോൾ സംസാരിക്കുകയായിരുന്നു.